കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിലേക്ക് നടക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ ഫാമിലെ ഗാർഡൻ മേസ്തിരി നിയമനം ഇഷ്ടക്കാർക്ക് വേണ്ടി 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണമെന്നിരിക്കെയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമന നീക്കങ്ങൾ നടക്കുന്നത്. CPM ഉന്നത നേതാക്കന്മാരുടെ ഇഷ്ടക്കാർക്കായി അർഹരായവർ ഉൾപ്പെട്ട റാങ്ക് പട്ടിക അട്ടിമറിക്കുകയാണ് ജനം. ബ്രേക്കിംഗ് ഈ വാർത്തയുടെ വിശദവിവരങ്ങളുമായി എസ് ശാലിനി നമ്മളോടൊപ്പം ചേരുന്നു. ശാലിനി, സർവത്ര തിരികെക്കയറ്റലും അഴിമതിയും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇഷ്ടക്കാർക്ക് വേണ്ടി ഇഷ്ടം പോലെ തന്നെയാണ് സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളും ഇങ്ങനെ നടപ്പിൽ വരുത്തുന്നത്. കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിലെ ഈ ഗാർഡൻ മേസ്തിരി നിയമനത്തിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണോ നടക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് രോഹിണി. കാരണം ഇനിയിപ്പോൾ സർക്കാർ ഇറങ്ങാൻ പോവുകയാണ്. ഇലക്ഷൻ അടക്കം വരാനിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ പരമാവധി തിരികെ കയറ്റലാണ് ഇപ്പോൾ പിന്നിൽ നടക്കുന്നത്. പിൻവാതിൽ നിയമനം, ഒപ്പം തന്നെ ബന്ധു നിയമനം അടക്കമുള്ള കാര്യങ്ങൾ അത് വലിയ രീതിയിൽ വൻതോതിൽ നടക്കുകയാണ് വിവിധ മേഖലകളിൽ, വിവിധ ഇടങ്ങളിൽ. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് കേരള സർവകലാശാലയിൽ നടക്കുന്ന ഗാർഡൻ മേസ്തിരി തസ്തികയിലേക്കുള്ള നിയമനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കേരള സർവകലാശാലയ്ക്ക് കീഴിൽ കാര്യവട്ടം ക്യാമ്പസിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ ഗാർഡൻ മേസ്തിരി തസ്തികയിലേക്ക്, അതായത് ഒരു വേക്കൻസി മാത്രമാണുള്ളത്. ആ വേക്കൻസിയിലേക്ക് നടക്കുന്ന നിയമന നീക്കങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുരുക്കിലേക്ക് എത്തുന്നത്. യോഗ്യത ഉള്ളവർ പുറത്തു നിൽക്കുമ്പോഴാണ് യോഗ്യതയില്ലാത്ത, മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള നീക്കം നടത്തുന്നത്. അതിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാനും ഒപ്പം തന്നെ MP റഹീം അടക്കമുള്ളവരുടെ സഹായമുണ്ട് എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ഇവരുടെ അടക്കമുള്ളവരുടെ ഇഷ്ടക്കാരെയാണ് ഈ ഒരു തസ്തികയിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് തെളിവ് സഹിതം രേഖകൾ കിട്ടിയിട്ടുമുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പബ്ലിക് റിലേഷൻ ഓഫീസർ ഇൻചാർജ് കഴിഞ്ഞ ദിവസം ഇതിന്റെ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. അതിൽ പറഞ്ഞത് 5 വർഷത്തെ മിനിമം പ്രവൃത്തി പരിചയം വേണം, ഒപ്പം തന്നെ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല ആളുകൾ അപേക്ഷ നൽകി. 5 പേരാണ് അതിലൊരു ഫൈനൽ ഇന്റർവ്യൂ അടക്കം അറ്റൻഡ് ചെയ്യാനായി എത്തിയത്. അതിൽ 1ാം റാങ്കിലേക്ക് എത്തിയത് ആദ്യം നമ്മൾ സ്വാഭാവികമായും ഒരു നിയമനം നടക്കുമ്പോൾ എഴുത്ത് പരീക്ഷ, പ്രാക്ടിക്കൽ പരീക്ഷ, പിന്നീട് ഇന്റർവ്യൂ എന്നുള്ളതാണ്. പക്ഷേ ഇതിന് എഴുത്ത് പരീക്ഷയില്ല, അതിന് നേരെയുള്ളത് പ്രാക്ടിക്കൽ പരീക്ഷയാണ്. അതായത് ഈ പുല്ലുവെട്ടുന്നത് അടക്കമുള്ള ഗാർഡൻ ജോലികളാണ് ചെയ്യേണ്ടത്. 5 കിലോയോളം ഉള്ള ഉപകരണം എടുത്തത് പുല്ല് വെട്ടി കാണിച്ച് അവരെ പ്രാക്ടിക്കൽ കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നടന്ന നടപടി എന്നുള്ളത് ആദ്യം ഇന്റർവ്യൂ നടത്തി ഒരു 5 പേരുടെ പട്ടിക പ്രാഥമികമായി തയ്യാറാക്കി. പക്ഷേ സാധാരണഗതിയിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചില്ല. ആ റാങ്ക് പട്ടികയിൽ അല്ലെങ്കിൽ സാധ്യതാ ലിസ്റ്റിൽ ആദ്യമുള്ളത് അവിടുത്തെ തന്നെ ഒരു ഇഷ്ടക്കാരനാണ്. അതായത് അയാളുടെ പേര് എന്ന് പറയുന്നത് 5 വർഷത്തെ പ്രവൃത്തി പരിചയത്തിന് തെളിവായി അദ്ദേഹം കാണിച്ചതാകട്ടെ മുൻ ഗവർണർ P സദാശിവന്റെ അഭിനന്ദന സർട്ടിഫിക്കറ്റാണ്. അയാളുടെ പേരെന്നുള്ളത് സിജി നടേശൻ എന്നുള്ളതാണ്. അത് A റഹീമിന്റെ ഇഷ്ടക്കാരനാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. A റഹീമിന്റെ റെക്കമെൻഡേഷൻ ഈ നിയമനത്തിന് പിന്നിലുണ്ട് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. 1ാം റാങ്കുകാരൻ അല്ലെങ്കിൽ 1ാം സ്ഥാനം ഇദ്ദേഹത്തിനാണ്. രണ്ടാമതായി എത്തിയിട്ടുള്ളത് സുകേഷ് SS ആണ്. അദ്ദേഹം സർവകലാശാലയിൽ അടക്കം മുൻപ് ജോലി ചെയ്തിട്ടുണ്ട്. ഈ തസ്തികയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 65 വയസ്സ് വരെ അവിടെ ജോലി ചെയ്യാം. അതായത് 6 മാസം കൂടുമ്പോൾ കാലാവധി നീട്ടി നൽകി ജോലി ചെയ്യാം എന്നുള്ളൊരു പ്രത്യേകതയാണ്. അതിൽ 3ാമതായി എത്തിയിട്ടുള്ള ഒരു അരുണാണ്. അരുണിന് 11 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്, കൃത്യമായ യോഗ്യതകൾ പാലിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ ഇതിലേക്ക് എടുക്കില്ല എന്നുള്ളത് ഏകദേശം ധാരണയായിരിക്കുകയാണ്, ഏകദേശം തീരുമാനമായിരിക്കുക. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം 2 ദിവസത്തിനകം വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് നിയമന പ്രക്രിയ പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സർവകലാശാലയിൽ നടക്കുന്നത്. അതിൽ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് HOD അടക്കമുള്ളവരുടെ പിൻബലമുണ്ട് എന്നുള്ളൊരു ആക്ഷേപം കൂടിയുണ്ട്. എന്തായാലും പരാതിയുമായി ഈ 3ാം സ്ഥാനക്കാരൻ രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഈ രാഷ്ട്രീയ പിൻബലത്തോടൊക്കെ കൂടി ഒരു ഭയം കൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ പോലും ഈ ആദ്യം പറഞ്ഞ സിജി നടേശനെ ഈ ചുമതല നൽകാൻ, ഈ നിയമനം നൽകാനുള്ള നീക്കങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അധികാരം മാറുന്നതിന് മുൻപ് ഇഷ്ടക്കാരെ കീ പോയിന്റുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിനും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമനം നടത്താനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നത്, ഉന്നത CPM നേതാക്കൾ ശ്രമിക്കുന്നത്, സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നിയമന പ്രക്രിയ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് പരാതികളടക്കം VCയുടെ അരികിലേക്ക് എത്തും. VC ഇനി ഇതിൽ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള നിയമന പ്രക്രിയകളാണ് സർവകലാശാലകൾ കേന്ദ്രീകരിച്ചും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ ഈ സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് നടക്കുകയും ചെയ്യുന്നത്. രോഹിണി, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.